നാടിനെ നടുക്കിയ കൊച്ചിയിലെ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധിപ്രസ്താവം എന്നാണെന്ന് മറ്റന്നാൾ അറിയാം. എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാൾ നടിയാക്രമിച്ച കേസ് പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടു. വർഷങ്ങളോളമായി ഈ കേസിന്റെ വിചാരണ കോടതിയിൽ പുരോഗമിക്കുകയാണ്. 8.5 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഈ കേസ് വിധി പ്രസ്താവത്തിനോട് അടുക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ 2 പേരാണ്. അതിൽ ഒന്ന് കൃത്യം നിർവഹിച്ച, അതിന് നേതൃത്വം നൽകിയ പൾസർ സുനി. രണ്ടാമത്തേത് നടൻ ദിലീപ്. 9 പ്രതികൾ ഈ കേസിലുണ്ട്. സിനിമയാണല്ലോ, അതറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ സിനിമയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രശ്നം വേറെ കുറെ ആൾക്കാർക്ക് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ആൾക്കാരില് ചില ആൾക്കാർ എനിക്ക് അവർക്ക് പ്രശ്നമാവും. കൊച്ചിയിലെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വഴിത്തിരിവായത് 2021 ഡിസംബറിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനിടയിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും നിർണായകമായ നിരവധി തെളിവുകളുണ്ട്. അതൊക്കെ കേസിൽ ശക്തമായ തെളിവുകളായി കോടതിയിലേക്ക് എത്തുകയും ചെയ്തു. ദിവസങ്ങൾ നീണ്ട വാദത്തിനൊടുവിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കേസിന്റെ തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ സുപ്രധാനമായ തെളിവുകൾ പിന്നീട് എഴുതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോടതിയിൽ. നമുക്കറിയാം, തുടക്കത്തിൽ വിചാരണ വേളയിൽ അനിഷ്ട സംഭവങ്ങൾ കോടതിക്കകത്തുണ്ടായിരുന്നു. 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം. അവസാനം തുടരന്വേഷണം പൂർത്തിയായപ്പോഴാണ് അജകുമാർ പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷമാണ് കൃത്യമായ നടപടികൾ കോടതിക്കകത്ത് നടന്നത്. അടച്ചിട്ട കോടതിയിലാണ് വാദങ്ങൾ പൂർത്തിയായത്. വാദം പൂർത്തിയായി ഏതാണ്ട് 8 മാസം പിന്നിടുന്നു. അതിജീവിത കുടുംബവും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ. ഷിഫാൻ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.